ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഇനി വരാൻ പോകുന്ന PSCയുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ 20 ക്വസ്റ്റ്യനുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ക്വസ്റ്റ്യൻ നമ്പർ 1. ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ പ്രമുഖനായ MK പത്മപ്രഭ ഗൗഡയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. കേരളത്തിൽ നിന്നും ആദ്യമായി റെഡ് എലിഫൻ്റ് പുരസ്കാരത്തിന് അർഹനായത്? മുഹമ്മദ് ഫർഹാൻ. കേരളത്തിൽ നിന്നും ആദ്യമായി റെഡ് എലിഫൻ്റ് പുരസ്കാരത്തിന് അർഹനായത് മുഹമ്മദ് ഫർഹാൻ. റെഡ് എലിഫൻ്റ് എന്ന് വെച്ചാൽ ഡിസൈൻ, പരസ്യം എന്നീ മേഖലകളിൽ യുവ ക്രിയേറ്റീവുകൾക്ക് അഭിമാനകരമായ അവാർഡാണ്. റെഡ് എലിഫൻ്റ് എന്ന് വെച്ചാൽ ഡിസൈൻ, പരസ്യം എന്നീ മേഖലകളിൽ യുവ ക്രിയേറ്റീവുകൾക്ക് അഭിമാനകരമായ അവാർഡാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. 2025 അക്ഷരകേളിയുടെ NK ദേശം പുരസ്കാരത്തിന് അർഹനായത്? വി മധുസൂദനൻ നായർ. 2025 അക്ഷരകേളിയുടെ NK ദേശം പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായർ. ക്വസ്റ്റ്യൻ നമ്പർ 4. സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ 2025 വയോസേവന പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ ഷീല, ചലച്ചിത്ര താരമാണ്. മേധിനി, ഗായികയാണ്. സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ 2025 വയോസേവന പുരസ്കാരത്തിന് അർഹനായത്? ഷീല, ചലച്ചിത്ര താരം. മേധിനി, ഗായിക. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിപ്പിക്കുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി. കേരള കലാമണ്ഡലത്തിൽ കഥകളി പഠിപ്പിക്കുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി. ക്വസ്റ്റ്യൻ നമ്പർ 6. 38ാമത് കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് കൊച്ചിയിൽ. 38ാമത് കേരള സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് കൊച്ചി. ക്വസ്റ്റ്യൻ നമ്പർ 7. 2025 കേരള അർബൻ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി. 2025 കേരള അർബൻ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി. ക്വസ്റ്റ്യൻ നമ്പർ 8. കേരളത്തിലെ അതിദാരിദ്ര്യ മുക്ത ജില്ല എന്ന നേട്ടം കൈവരിച്ചത് ആലപ്പുഴയാണ്. കേരളത്തിലെ അതിദാരിദ്ര്യമുക്ത ജില്ല എന്ന നേട്ടം കൈവരിച്ചത് ആലപ്പുഴ ജില്ലയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ഏത് ദേശീയോദ്യാനത്തിൽ നിന്നാണ് വരയാടുകളെ സ്ഥലം മാറ്റുന്നത്? ആൻസർ ഇരവികുളം. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ഏത് ദേശീയോദ്യാനത്തിൽ നിന്നാണ് വരയാടുകളെ സ്ഥലം മാറ്റുന്നത്? ഇരവികുളം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി തുറന്നത് എവിടെയാണ്? ശാസ്താംകോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി തുറന്നത് ശാസ്താംകോട്ട. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. 2025 സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവിക താവളമായ INS ആരവല്ലി കമ്മീഷൻ ചെയ്തത് എവിടെ? ആൻസർ ഗുരുഗ്രാം. 2025 സെപ്റ്റംബറിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നാവിക താവളമായ INS ആരവല്ലി കമ്മീഷൻ ചെയ്തത് എവിടെ?
ഗുരുഗ്രാം. ആൻസർ ഗുരുഗ്രാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്രം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ആൻസർ ആന്ധ്രാപ്രദേശ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്രം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 14. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈ മാമണി പുരസ്കാരത്തിന് അർഹനായത്. ശ്വേത മോഹൻ. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈ മാമണി പുരസ്കാരത്തിന് അർഹരായത് ശ്വേത മോഹൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഏത് സംസ്ഥാനത്ത് തുടക്കമിട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണമാണ്? SIR ആണ് കേരളത്തിലും നടപ്പിലാക്കുന്നത്. ബീഹാർ. ഏത് സംസ്ഥാനത്ത് തുടക്കമിട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം, അതായത് SIR ആണ് കേരളത്തിലും നടപ്പാക്കുന്നത്. ബീഹാർ. ക്വസ്റ്റ്യൻ നമ്പർ 16. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഓഗസ്റ്റിലെ ചില്ലറ വിലക്കയറ്റ തോതിൻ്റെ കണക്ക് പ്രകാരം 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളമാണ്. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഓഗസ്റ്റിലെ ചില്ലറ വിലക്കയറ്റ തോതിൻ്റെ കണക്ക് പ്രകാരം 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളം. 2-ാം സ്ഥാനം കർണാടക. 3-ാം സ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ. 4-ാം സ്ഥാനം പഞ്ചാബ്. 1-ാം സ്ഥാനം കേരളം, 2-ാം സ്ഥാനം കർണാടക, 3-ാം സ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ, 4-ാം സ്ഥാനം പഞ്ചാബ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാതയായ അക്വലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ പാതയായ അക്വലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ക്വസ്റ്റ്യൻ നമ്പർ 18. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാടാണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെ? ചെന്നൈ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് S-400 പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്? ആൻസർ റഷ്യ. ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് S-400 പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത്? റഷ്യ. ഇനി തുടർന്നും കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടണം. പിന്നെ അതുപോലെ ഈ മോക്ക് ടെസ്റ്റിന് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കണേ.